പെരുകുന്ന ഫ്ലെക്സ് മാലിന്യം ഒഴിവാക്കാൻ അത്യുഗ്രൻ ആശയവുമായി തദ്ദേശ വകുപ്പ്. റീസൈക്കിൾ ചെയ്യാവുന്ന സിംഗിൾ ലെയർ പോളിയെത്തിലീൻ ഫ്ലെക്സുകളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുന്നതാണ് ആശയം. തദ്ദേശ വകുപ്പ് നടത്തിയ വൃത്തി കോൺക്ലേവിൽ ഉപയോഗിച്ച സിംഗിൾ ലെയർ പോളിയെത്തിലീൻ ബാനറുകളും ബോർഡുകളും ഉപയോഗിച്ച് 1,28,000 രൂപയുടെ മൂല്യവർദ്ധിത വസ്തുക്കളാണ് നിർമ്മിച്ചത്. പരസ്യ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫ്ലക്സ് തുണി പോലുള്ള വസ്തുക്കൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഉപയോഗശേഷം കത്തിച്ചു കളയുകയോ പറമ്പിൽ തള്ളുകയോ ആണ് പതിവ്. അതിനു വലിയ മാറ്റം കൊണ്ടുവരികയാണ് തദ്ദേശ വകുപ്പ്. തദ്ദേശ വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വൃത്തി കോൺക്ലേവിന്റെ പ്രചാരണത്തിനായി പ്രിന്റ് ചെയ്ത് ഉപയോഗിച്ചത് പൂർണ്ണമായും റീസൈക്കിൾ ചെയ്യാവുന്ന PCB സർട്ടിഫൈഡ് സിംഗിൾ ലെയർ പോളിയെത്തിലീൻ മെറ്റീരിയൽ ആയിരുന്നു. പരിപാടി സമാപിച്ചതിനു പിന്നാലെ ഫ്ലെക്സുകളും ബാനറുകളും ബോർഡുകളും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ചു. പിന്നാലെ 120ഓളം റീസൈക്ലിംഗ് യൂണിറ്റുകളുടെ സംഘടനയായ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുള്ള റീസൈക്ലിംഗ് മെഷീനിലേക്ക് നിക്ഷേപിച്ച് ചെറു തരികളാക്കി മാറ്റി. സംസ്ഥാനത്തെ 1000ഓളം വരുന്ന പ്ലാസ്റ്റിക് മോൾഡിംഗ് നിർമ്മാണ യൂണിറ്റുകളിലെ ചില സ്ഥാപനങ്ങളിൽ നിന്നും 4200ഓളം പെൻ ഹോൾഡറുകൾ, 50ഓളം വലിപ്പമുള്ള ചെടിച്ചട്ടികൾ തുടങ്ങിയ മൂല്യവർദ്ധിത വസ്തുക്കൾ നിർമ്മിച്ചെടുത്തു. ഒറ്റ ഇവന്റിൽ ഉപയോഗിച്ച സിംഗിൾ ലെയർ പോളിയെത്തിലീൻ പ്രിന്റിംഗ് ഷീറ്റിൽ നിന്ന് നിർമ്മിച്ചെടുത്തത് 1,28,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ. ഹരിതകർമ്മസേന പോലുള്ള ആളുകൾ എടുക്കാൻ തയ്യാറാണ്. അവർ 20 രൂപയുടെ മുകളിൽ അതിന് വാല്യൂ തരാനും അത് ക്ലീൻ കേരള വഴി റീസൈക്കിൾ യൂണിറ്റുകളിൽ എത്തുകയാണെങ്കിൽ അവർ റീസൈക്കിൾ ചെയ്യലോടുകൂടി അത് 60 രൂപയുടെ സാധനമായിട്ട് മാറും. ആ സാധനം പിന്നീട് മൂല്യവർദ്ധിത വസ്തുവായി മാറുകയാണ്. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വീണ്ടും റീസൈക്കിൾ ചെയ്ത് പുതിയ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാനാകും. മെഷീനിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റം വരുത്താതെ തന്നെ നിലവിൽ ഏതാണോ ഒരു മെഷീൻ ഫ്ലെക്സ് ആണെങ്കിലും ക്ലോത്ത് ആണെങ്കിലും പ്രിൻറ്റ് ചെയ്യുന്നത് അതേ മെഷീനിൽ തന്നെ ഈ പോളിയെത്തിലീൻ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ അവർക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ 125ഓളം റീസൈക്ലിംഗ് പ്ലാന്റാണ് ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. അവർക്കും അവരുടെ മെഷീനോ കാര്യങ്ങളോ ഒന്നും മാറ്റാതെ തന്നെ ആ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ക്രാപ്പ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുക അവർക്ക് തിരിച്ചെടുത്തുകൊണ്ട് അവർക്ക് എന്ത് റീസൈക്കിൾ ചെയ്തിട്ട് ഗ്രനുവൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിലൊരു മാറ്റം വരാതെ തന്നെ ആ സിസ്റ്റത്തിൽ നമുക്ക് വാല്യൂ ആയിട്ട് പ്രൊഡക്റ്റായിട്ട് മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ശരിക്കും സർക്കുലർ എക്കണോമി എന്നുള്ള സിസ്റ്റം, അത് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് സർക്കുലർ എക്കണോമിയാണ്. പ്രിൻറ്റിംഗ് മേഖലയിൽ സർക്കുലർ എക്കണോമി സാധ്യമാണ്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 4.5 കോടി സ്ക്വയർ ഫീറ്റിന്റെ പ്രിന്റുകൾ സംസ്ഥാനത്താകെ ഉപയോഗിക്കുമെന്നാണ് കണക്ക്. അത് മുഴുവൻ വൃത്തി മോഡലിൽ സിംഗിൾ ലെയർ പോളിയെത്തിലീൻ ഉപയോഗിക്കുകയാണെങ്കിൽ 4 കോടിയോളം രൂപയുടെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാനാകും. പരസ്യ പ്രചാരണങ്ങളിലടക്കം സംസ്ഥാനത്ത് ഇനി ഉപയോഗിക്കുന്ന ഫ്ലെക്സുകളും ബാനറുകളുമെല്ലാം PCB സർട്ടിഫൈഡ് സിംഗിൾ ലെയർ പോളിയെത്തിലീൻ മെറ്റീരിയലിലേക്ക് മാറ്റാൻ ആഹ്വാനം ചെയ്യുകയാണ് തദ്ദേശ വകുപ്പ്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.